നമ്മൾ ഇപ്പോൾ മുൻ ക്ലാസ്സിൽ പറഞ്ഞത് ബിസിനസ്സിൽ എങ്ങനെയാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അല്ലേ, സാധാരണ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൻ്റെ അപ്പുറത്ത് ഒരു ബിസിനസ്സിൽ വരുന്ന സമയത്ത് നമ്മുടെ ക്ലയൻറ്റിനോടാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഒരു കസ്റ്റമറോടാണെങ്കിലും അതല്ലെങ്കിൽ നമ്മുടെ പാർട്ട്നേഴ്സിനോടൊക്കെ എല്ലാ ഏരിയകളിലും നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മളിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട കുറച്ച് കഴിവുകളെ കുറിച്ച് അല്ലേ, ആക്റ്റീവ് ലിസണിങ്, ക്വസ്റ്റ്യനിങ് സ്കില്ല് തുടങ്ങിയിട്ടുള്ള ക്ലാരിറ്റി ഓഫ് മെസ്സേജ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പോൾ ഇനി ഈ ഒരു സെഷനിൽ നമ്മൾ പറയാൻ പോകുന്നത് ബിസിനസ്സിൽ, അത് ഏത് തരം ബിസിനസ് ആവട്ടെ, ചെറുതാവട്ടെ വലുതാവട്ടെ, ഏതൊരു ഫേമിലാണെങ്കിലും നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട എത്തിക്സിനെ കുറിച്ച്. എന്താ എത്തിക്സ് എന്ന് പറഞ്ഞാൽ? എന്താ ഇപ്പം അതിന് മലയാളം പറയാം? എത്തിക്സ് അല്ലേ, അതായത് ആ ഒരു വാല്യൂസ് അല്ലേ. പിന്നെ അതുപോലെ തന്നെ ബിസിനസ് എറ്റിക്കറ്റ്സ്. എറ്റിക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക? എറ്റിക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? നമ്മളെ സ്പെല്ലിങ് അതിന് ETIQUETTES എന്നാണ് അതിൻ്റെ സ്പെല്ലിങ് വരിക, എറ്റിക്കറ്റ്സ്. ഞാൻ അതിൻ്റെ ഒരു ഇത് വേണമെങ്കിൽ ടൈപ്പ് ചെയ്തിട്ട് ഞാൻ ഗ്രൂപ്പിലേക്ക് അയച്ചു തരാം. അപ്പോൾ എറ്റിക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ ബിഹേവിയർ ആണ്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ ഒരു ഒരു എത്തിക്സ്, നമ്മളിപ്പോൾ ബിസിനസ്സിൽ എന്താണ് എത്തിക്സ് എന്നുള്ളതും അതുപോലെ തന്നെ എറ്റിക്കറ്റ്സ് എന്താണെന്നും നമ്മൾ ഒന്ന് വിശാലമായിട്ട് പറഞ്ഞുതരാം. ആദ്യം ബിസിനസ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ഒരു ബിസിനസ് കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ബിസിനസ്സിൻ്റെ മോറൽ വാല്യൂസ് എന്തൊക്കെയാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നത് എന്നതിനെ സംബന്ധിച്ചിട്ടാണ് എത്തിക്സ് എന്താണെന്ന് നമ്മൾ വിലയിരുത്തുക. ഇപ്പോൾ ഒരു ഉദാഹരണം ഇങ്ങനെ പറയാം. നമ്മൾ ബിസിനസ് ചെയ്യുന്ന സമയത്ത് ആരും തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ലാത്ത ഒരു സമയം, ഇപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് തയ്യാറാക്കുകയാണ്, അതല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കച്ചവടത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ, ഇപ്പോൾ നമ്മൾ വല്ല ഹോട്ടലോ മറ്റോ ആണ്, അപ്പോൾ അവിടെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ആരും നമ്മളെ വാച്ച് ചെയ്യുന്നില്ല. നോ ബഡി ഈസ് വാച്ചിങ്. ആരും നമ്മളെ വാച്ച് ചെയ്യുന്നില്ല. ആ സമയത്ത് നമ്മൾ ഒരാൾ വാച്ച് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളെ വാങ്ങാനിരിക്കുന്ന കസ്റ്റമർ നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട് എന്നതുപോലെ സൂക്ഷ്മതയോടുകൂടെ ശ്രദ്ധയോടുകൂടെ നമ്മൾ കൈകാര്യം ചെയ്യുക. അതാണ് ഒരു ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ചില ആളുകൾ കാണാം, ആരും കാണാനൊന്നുമില്ലല്ലോ, അപ്പോൾ ഈ പറഞ്ഞ മാതിരി അവർ ഒരു വൃത്തിയൊന്നുമില്ലാതെ, അല്ലെങ്കിൽ എന്താ പറയുക, ആരും കാണാനില്ല എന്നുള്ളത് കൊണ്ട് ഒരു ശ്രദ്ധയൊന്നുമില്ലാതെ രീതിയിൽ സാധനങ്ങൾ കൈകാര്യം ചെയ്യുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നത്, അതൊക്കെ നമ്മുടെ എത്തിക്സിനെ, അതായത് എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ വാല്യൂ. ഒരു ബിസിനസ് ആകുമ്പോൾ ഒരിക്കലും അതിന് അതിൻ്റേതായ ചില വാല്യൂകൾ ഉണ്ടാവണം. ആ മൂല്യങ്ങൾക്കോ അല്ലെങ്കിൽ എന്താ പറയുക, അതിനൊന്നും എതിരായിട്ട് ഒരിക്കലും നമുക്ക് ബിസിനസ് ചെയ്താൽ ഒരിക്കലും സക്സസ് ആവില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ. അപ്പോൾ എത്തിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ കമ്പനിയുടെ റെപ്യൂട്ടേഷനെയാണ് ബാധിക്കുന്നത്. റെപ്യൂട്ടേഷൻ, അതായത് നമ്മുടെ കമ്പനിയുടെ ഫെയിം, നമ്മുടെ കമ്പനിയുടെ പ്രശസ്തിയാണ് എത്തിക്സ് എന്ന് പറയുന്നത്. നമ്മൾ ഏതൊരു ബിസിനസ്സിലാണെങ്കിലും നമ്മൾ വളരെ കണ്ണിങ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഒരു എത്തിക്സ്, ഒരു ധർമ്മബോധം, ഒരു മൂല്യബോധം നമ്മൾ കാത്തു സൂക്ഷിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ വളർച്ച എവിടെ കാണാൻ കഴിയും? നമ്മുടെ ബിസിനസ്സിൽ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് സത്യം. ഓക്കെ. ഒരിക്കൽ ആ വിശ്വാസം ഒരിക്കൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറേ മാർക്കറ്റ് ചെയ്തുകൊണ്ടോ കുറേ എന്താ പറയുക പരസ്യങ്ങൾ കൊടുത്തുകൊണ്ടോ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല. ആ നഷ്ടപ്പെട്ടു പോയ വിശ്വാസം അല്ലെങ്കിൽ ആ ഒരു വാല്യൂ അവിടെ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ അത് പിന്നീട് നമുക്ക് റിപ്പയർ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഇതിന് ഈ ഒരു ബിസിനസ് എത്തിക്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ ഏരിയയിലാണ് നമ്മൾ ഈ ഒരു എത്തിക്സ് കീപ്പ് ചെയ്യേണ്ടത്? ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് ഓക്കെ, കാവ്യശ്രീ മാം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ബിസിനസ് എത്തിക്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഇതിൽ ബിസിനസ് എത്തിക്സ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കീപ്പ് ചെയ്യേണ്ട ഏരിയകൾ എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രധാനമായിട്ട് ഒന്നാമത്തേത് ഹൊണസ്റ്റിയാണ്, സത്യസന്ധത. നമ്മുടെ ബിസിനസ്സിൽ നമ്മളെപ്പോഴും സത്യസന്ധരായിരിക്കണം, ഭയങ്കര ട്രൂത്ത്ഫുൾ ആയിരിക്കണം. പ്രത്യേകിച്ച് വില ഇടുന്ന സമയത്ത് ഒരിക്കലും ഒരു ഓവർ പ്രൈസിങ് ആവാതെ, അതല്ലെങ്കിൽ അല്ലേ, നമ്മൾ ഒരിക്കലും ലാഭം എടുക്കാതെ കച്ചവടം ചെയ്യണം എന്നല്ല പറയുന്നത്, മറിച്ച് വിലയും കാര്യങ്ങളൊക്കെ ഇടണം. പക്ഷെ അതിൽ ഒരു സത്യസന്ധത, ഇത് നമ്മളെ കൊള്ളലാഭം എടുക്കുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അതിനനുസരിച്ചിട്ട് നമ്മൾ പ്രൈസ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി. ഒരുപക്ഷെ നമ്മുടെ കസ്റ്റമർ അവരിപ്പോൾ പുതിയൊരാളാണ്, അതല്ലെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ ചില ആളുകളൊക്കെ വഴിയിലൂടെ വന്നു പോകുന്ന ആളാണെങ്കിൽ അപ്പോൾ ആ ഒരു സമയത്ത് എന്ത് ചെയ്യുക, ഇപ്പോൾ ഇയാൾ പെട്ടെന്ന് പോകുന്ന ഒരു കസ്റ്റമർ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ
അവരെ എന്താ അല്ലെ അങ്ങനെയൊക്കെ ഉണ്ടാവില്ല, അവരെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്ന കസ്റ്റമേഴ്സ് അല്ല ഷോപ്പ് ഉടമകളെ നമുക്ക് കാണാൻ കഴിയും. അതൊന്നും ഒരിക്കലും ഒരു ബിസിനസ് എത്തിക്സിന് യോജിച്ചതല്ല. പിന്നെ അതുപോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി, ആ ക്വാളിറ്റി നമ്മൾ കൊടുക്കുന്ന സമയത്ത് നല്ല ആളുകൾ വരുമ്പോൾ, പരിചയക്കാർ വരുമ്പോൾ നല്ല സാധനം കൊടുക്കുക, അതായത് പരിചയമില്ലാത്തവർ വരുമ്പോൾ അവർക്ക് ചീത്ത സാധനം കൊടുക്കുക. ഇത് പ്രൊഡക്റ്റ് ക്വാളിറ്റിയിൽ നമ്മൾ സത്യസന്ധത കാണിക്കാതിരുന്നു കഴിഞ്ഞാൽ അതും നമ്മുടെ ബിസിനസ്സിനെ തീർച്ചയായിട്ടും തകർക്കും എന്നർത്ഥം. ഒരു 2 സെക്കൻഡേ ഫസിക. ഓക്കെ, സോറി. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് കമ്മിറ്റ്മെന്റ്സ്. നമ്മൾ എന്താ പറയുക, നമ്മളൊരു കാര്യം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു സാധനം ഇത്ര സമയം കൊണ്ട് ഇത്ര സമയം കൊണ്ട് എത്തും, അതല്ലെങ്കിൽ ഈ ഒരു സാധനത്തിന് ഇത്ര ഒരു 3-4 വർഷം ഇത് നിലനിൽക്കും എന്ന് നമുക്കറിയാം. ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ഒരു ഇലക്ട്രോണിക്സ് സാധനമാണ് നമ്മൾ കൊടുക്കുന്നത്, നമ്മൾ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ആ സാധനം നമുക്കറിയാം ഇതൊരു 3 വർഷമൊക്കെ നിൽക്കുള്ളൂ എന്നുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ പറയാണ് ഇത് 10 വർഷം നിൽക്കും, ഇത് 15 വർഷം നിൽക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ള രീതിയിലുള്ള തെറ്റായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ്സ് എടുക്കാതിരിക്കുക. അതല്ലെങ്കിൽ എന്താ പറയുക, അണത്തിക്കലായിട്ടുള്ള നമ്മുടെ ധർമ്മം, നമ്മുടെ മൂല്യങ്ങൾക്ക് വിപരീതമായിട്ടുള്ള സംസാരങ്ങൾ ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജറുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഉണ്ടാവാതിരിക്കുക. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കമ്മ്യൂണിക്കേഷനിൽ അല്ലെങ്കിൽ ബിസിനസ് ഇടപാടുകളിൽ എത്തിക്സ് കീപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രധാനമാണ്. ഓക്കെ, ഈ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ അത് പറയാം. എന്ത്, ഇപ്പോൾ ഒരു സാധനം നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു ഇലക്ട്രോണിക്സ് അതൊരു 3-4 വർഷമൊക്കെ ആണ് പൊതുവേ നിൽക്കാറുള്ളതെങ്കിൽ നമുക്ക് പറയാം കമ്പനി ഇതിന് 5-6 വർഷമൊക്കെ പറയുന്നുണ്ട്, പക്ഷേ നമ്മുടെ ഉപയോഗത്തിനനുസരിച്ച് ഒരു 3-4 വർഷം വരെ ഇതിന് ലാസ്റ്റിങ് കിട്ടാറുണ്ട്. അത്ര നന്നായിട്ട് ഉപയോഗിക്കണമെങ്കിൽ നന്നായിട്ട് തന്നെ ഉപയോഗിക്കാൻ കഴിയും, കൂടുതൽ കാലം ഉപയോഗിക്കാൻ കഴിയും. ഇത്തരത്തിൽ വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് എല്ലാ തരത്തിലും ആ കസ്റ്റമർ നിലനിൽക്കാൻ കാരണമാവും. അപ്പോൾ ഷോർട്ട് ടേം ലൈകൾ ഈസ് ഈക്വൽ ടു ലോങ് ടേം ലോസ്. ഈ ഒരു സംഗതി മനസ്സിലാക്കി വെക്കുക. ഷോർട്ട് ടേം ലൈ, നമ്മൾ ചുരുങ്ങിയ സമയത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലാഭത്തിന് വേണ്ടിയിട്ട് നമ്മൾ പറയുന്ന നുണകൾ, കളവുകൾ ഈസ് ഈക്വൽ ടു ലോങ് ടേം ലോസ്. ഒരുപാട് കാലത്തേക്കുള്ള ലോസിന് അത് കാരണമാവും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ട്രാൻസ്പെറൻസി എന്ന് പറയും. അതായത് രണ്ടാമത്തെ ബിസിനസ് എത്തിക്സിലുള്ള രണ്ടാമത്തെ ഒരു കാര്യമാണ് ഭയങ്കര സുതാര്യമാവുക, ക്ലിയർ ആയിരിക്കുക. ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളാണെങ്കിലും എന്തിനെക്കുറിച്ചും, ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് നമ്മളിൽ നിന്ന് ഒരാൾ പർച്ചേസ് ചെയ്യുകയാണ്, ആ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് അതിൻ്റെ ചാർജ് എന്തൊക്കെ വില വരും, അതിന് ഇത്ര രൂപ വില ഉണ്ട്, പിന്നെ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഡെലിവറി ചാർജ് ഇത്ര ഉണ്ട്, ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായിരിക്കണം. നമ്മൾ ചില ഷോപ്പിലേക്കൊക്കെ ചില ഓൺലൈൻ പർച്ചേസുകളിലാണ് അത് മെയിനായിട്ട് കാണാറുള്ളത്. ഇപ്പോൾ ഡെലിവറി നമ്മൾ കൊടുക്കുന്ന സമയത്ത് ആ ലാസ്റ്റ് സമയത്തായിരിക്കും വെറും 50 രൂപ മാത്രം കാണിച്ചിരുന്ന പ്രോഡക്റ്റ് അതിൻ്റെ ഡെലിവറി ചാർജ് 90 രൂപ, പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ GST മറ്റേത് മറിച്ച് പറഞ്ഞിട്ട് ലാസ്റ്റ് ആയിരിക്കും ബില്ല് മൊത്തം ഒരു 10-200 രൂപയായിട്ടുണ്ട് വരിക. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതും എന്തായിരിക്കും, നമ്മുടെ ആ ബിസിനസ്സിൻ്റെ, അതൊക്കെ എത്തിക്സിനെതിരാണ്. നമ്മൾ ആ ഒരു വില കുറവ് കണ്ടിട്ടാണ് ആള് നമ്മളിലേക്ക് വരുന്നത് തന്നെ. അപ്പോൾ ആദ്യമേ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇത് കാണുന്ന സമയത്ത് തന്നെ ആൾക്ക് ഇതിലൊരു ധാരണ കിട്ടണം, ഇതിന് ഇത്ര രൂപ ഉണ്ട്, അല്ലെങ്കിൽ ഇത്രയൊക്കെ കാര്യങ്ങൾ GST അടക്കം ഇത്രയൊക്കെ വില വരും എന്ന ഒരു ധാരണ ഇതിനെക്കുറിച്ച് കിട്ടുന്ന രീതിയിൽ സുതാര്യമായിരിക്കണം നമ്മുടെ കമ്മ്യൂണിക്കേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അത് എത്തിക്സിൻ്റെ ഭാഗമാണ്. പിന്നെ പോളിസീസ്, നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ എന്താ പറയുക പോളിസികൾ ഉണ്ടാവും അല്ലേ, ആ പോളിസികൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ നേരത്തെ കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, ഈ ഒരു പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണോ അവർ തരുന്ന വിവരങ്ങൾ നമ്മൾ എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ഡാറ്റകൾ നമ്മൾ എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നു, ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മൾ ഓൾറെഡി കൊടുത്തിരിക്കണം അല്ലേ. നമ്മൾ പല സൈറ്റിലേക്കും നമ്മൾ കയറുന്ന സമയത്ത് അവിടെ ഉണ്ടാവും ഐ എഗ്രി എന്ന് പറഞ്ഞിട്ട് ഒരു കള്ളിയിൽ ഒരു ടിക്ക് ഇടാനുണ്ടാവും. ശരിക്കും നമ്മൾ ആരും ഇത് പൊതുവെ വായിച്ചു നോക്കാറില്ല. പക്ഷേ അത് ആ കമ്പനിയുടെ അല്ലെങ്കിൽ ആ സൈറ്റിൻ്റെ ഒരു സുതാര്യതയാണ്, ഒരു എന്താ പറയുക അതിൻ്റെ ഒരു എത്തിക്സിൻ്റെ ഭാഗമാണ്. കാരണം അവർ തന്നെ അതിൽ പറയുന്നുണ്ടാവും, നിങ്ങൾ ഇവിടെ കയറി കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ കയറുന്നുണ്ട് എന്നും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സൈറ്റുകൾ, നിങ്ങൾ ഇത്തരത്തിലുള്ള പർച്ചേസ് ചെയ്യൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നും, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കും. അതായത് ഇതുപോലെയുള്ള ഈ ഡാറ്റ കളക്ട് ചെയ്യുന്ന ആളുകൾക്ക് ഉറപ്പായിട്ടും കുക്കീസ് ഷെയർ ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്, നമ്മളവിടെ ഐ എഗ്രി എന്ന് പറഞ്ഞിട്ട് ഓരോ ടിക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ടേംസും കണ്ടീഷൻസും അവിടെ നമ്മൾ നേരത്തെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നേരത്തെ പറഞ്ഞു വെക്കണം. ഓക്കെ,
അപ്പോൾ അതാണ് ട്രാൻസ്പെറൻസി എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നമുക്ക് പറയാനുള്ളത്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ കോൺഫിഡൻഷ്യാലിറ്റിയാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്. കസ്റ്റമേഴ്സിൻ്റെ വിവരങ്ങൾ അല്ലേ, അത് കാത്തു സൂക്ഷിക്കുക. അത് എന്താ പറയുക, ആ ഒരു രഹസ്യ സ്വഭാവം നമ്മൾ കാത്തു സൂക്ഷിക്കുക. അതിൻ്റെ അണത്തിക്കൽ സൈഡ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കസ്റ്റമറുടെ ഫോൺ നമ്പർ വേറെയുള്ള കമ്പനിയായിട്ട് ഷെയർ ചെയ്യുക, അവർക്ക് മറിച്ച് വിൽക്കുക, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഒരിക്കലും തന്നെ നമ്മളെ കമ്പനിയിൽ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ നമ്പർ, അവരുടെ ഡാറ്റകൾ, അവരുടെ വിവരങ്ങൾ, ഇതൊക്കെ നമ്മുടെ ആ ഒരു ബിസിനസ്സിൻ്റെ പേർപ്പസിനായിട്ടല്ലാതെ മറ്റൊരു കാര്യങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ അണത്തിക്കലായ രൂപമാണ് നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ രാത്രി 10 മണിക്ക് ശേഷം നമ്മുടെ കസ്റ്റമേഴ്സിന് എന്താ പറയുക, സുപ്രഭാതം അല്ല ഗുഡ് നൈറ്റ് മെസ്സേജ് അയക്കലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള റോങ് ആയിട്ടുള്ള സമീപനങ്ങളും ചാറ്റുകളൊക്കെ ഉണ്ടാവാന്ന് പറഞ്ഞാൽ എല്ലാം അണത്തിക്കലായിട്ടുള്ള, അതൊന്നും അയാളും വളരൂല, ആ ബിസിനസ്സും വളരൂല. അയാളുണ്ടെങ്കിൽ ആ ബിസിനസ്സും വളരൂല, അയാൾ ജീവിതത്തിലോട്ട് വളരൂല. അപ്പം അങ്ങനത്തെ ഒക്കെ സാഹചര്യങ്ങൾ നമ്മൾ ഒഴിവാക്കണം എന്നർത്ഥം. കസ്റ്റമർ ഡാറ്റ ഈസ് എ റെസ്പോൺസിബിലിറ്റി, അതൊരു ഉത്തരവാദിത്വമാണ്. അതൊരിക്കലും ഈസ് നോട്ട് ഈസ് യു നെവർ കൺസിഡർ ഇറ്റ് ആസ് എൻ ഓപ്പർച്യൂണിറ്റി. അതൊരു അവസരമായിട്ടല്ല കണ്ടത്, മറിച്ച് ഇറ്റ്സ് എ റെസ്പോൺസിബിലിറ്റി എന്ന് പറയാം. ഓക്കെ, റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഒരു തുല്യത പാലിക്കുക എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ബിസിനസ്സിൽ ബിസിനസ് എത്തിക്സിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാൻ കഴിയുന്ന 4ാമത്തെ കാര്യം ഫെയർനെസ് കീപ്പ് ചെയ്യുക. എന്താ ഫെയർനെസ് എന്ന് പറഞ്ഞാൽ? ട്രീറ്റിംഗ് ഓൾ കസ്റ്റമേഴ്സ് ഈക്വലി. എല്ലാ കസ്റ്റമേഴ്സിനെയും ഈക്വലായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം, നല്ലൊരു ചങ്ങായി നല്ലൊരു കാറിൽ ആൾ വന്നിറങ്ങി, കാണാൻ നല്ല ലുക്കൊക്കെ ഉണ്ട്, ഒരു റിച്ച് ലുക്കാണ്. അപ്പോൾ അയാളെ കൂടുതലായിട്ട് ബെറ്റർ സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. എന്നാൽ അതേപോലെ തന്നെ ഒരു ലോക്കൽ ലുക്കിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഇയാളിപ്പോൾ എന്ത് വാങ്ങാൻ, ആ ഒരു മൈൻഡിൽ അയാൾ ട്രീറ്റ് ചെയ്യുക. ഇത് ഭയങ്കര ഒരു അണത്തിക്കലായിട്ടുള്ളൊരു മെത്തേഡാണ്. മറിച്ച് നമ്മൾ അവിടെ ചെയ്യേണ്ടത് എന്താ? എല്ലാ കസ്റ്റമേഴ്സിനും ഒരേ റെസ്പെക്ട്ഫുൾ അറ്റൻഷൻ, ആർക്കും കുറയണ്ട, എല്ലാവർക്കും സൂപ്പറായിട്ട് തന്നെ അറ്റൻഷൻ കൊടുക്കുന്ന രീതിയിലായിരിക്കണം നമ്മുടെ പെരുമാറ്റം ഉണ്ടായിരിക്കേണ്ടത് എന്നർത്ഥം. ഇനി 5ാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അക്കൗണ്ടബിലിറ്റിയാണ്. അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി എന്താ പറയുക, നമ്മൾ ഒരു തെറ്റ് നമ്മുടെ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ചില സ്റ്റാഫുകൾ അല്ലെങ്കിൽ ചില ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആളുകൾ പറയും, അത് എൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് അല്ല, അത് കമ്പനിയുടെ വേറെ ഡിപ്പാർട്ട്മെൻറ്റാണ്, അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞിട്ട് എന്താ പറയുക, ഉത്തരവാദിത്വം നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യം കാണാൻ കഴിയും. ശരിക്കും അങ്ങനെയല്ല. അല്ലേ, ഒരാൾ നമ്മളോട് ദേഷ്യപ്പെടുന്ന സമയത്ത്, അതല്ലെങ്കിൽ ഒരാൾ നമ്മളോട് സീരിയസ് ആയിട്ട് റോങ് ആയിട്ട് ഒരു പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളോട് ഷൗട്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരാൾ ആംഗ്രി ആയിട്ട് വരുന്ന സമയത്ത് ആളെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് ചോദിച്ചാൽ അല്ലേ, അതൊരു ആ ഒരു സമയത്ത് ഒരിക്കലും അത്തരത്തിലുള്ള എക്സ്ക്യൂസുകൾ പറഞ്ഞ് ഒഴിവാവാതെ സിമ്പിളായിട്ട് എന്താ പറയുക, ഇപ്പോൾ ഒരു ഉദാഹരണം, ഐ എം സോറി സർ, ഐ എം സോറി ഫോർ ദ ഇൻകൺവീനിയൻസ് അല്ലേ, നിങ്ങൾ എന്താ പറയുക. പിന്നെ അതേപോലെ ഇങ്ങനെ പറയാം, ഐ വിൽ എൻഷുർ, ഐ വിൽ പേഴ്സണലി എൻഷുർ എന്ന് പറയാം അല്ലേ. ഞാനിത് വ്യക്തിപരമായിട്ട് ഞാനത് ഉറപ്പുവരുത്തും, ദിസ് മസ്റ്റ് ബി സോൾവ്ഡ്, ഇത് ഉറപ്പായിട്ടും സോൾവ് ചെയ്യപ്പെടും എന്നുള്ള രീതിയിൽ ഒരു ഉറപ്പ് കൊടുത്താൽ ഏത് പ്രശ്നക്കാരനായ കസ്റ്റമറും അടങ്ങും എന്നുള്ളതാണ്. പക്ഷെ അവിടെ ഇത് എൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് അല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ള രീതിയിലൊക്കെ സംസാരം ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ആൾക്ക് ഒരു റോങ് ഇംപ്രഷൻ ഉണ്ടാക്കാനും അതുവഴി ആ കസ്റ്റമർ കൊഴിഞ്ഞു പോകാനും കാരണമാവും, റെപ്യൂട്ടേഷനെ ബാധിക്കും. ഓക്കെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ അവോയ്ഡിങ് ഫോൾസ് പ്രോമിസസ്. അത് ബിസിനസ് എത്തിക്സിൻ്റെ ഏറ്റവും വലിയൊരു ഒരു കാര്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു അതിൻ്റെ ഒരു ഉദാഹരണം അല്ലേ. അതായത് ഓവർ പ്രോമിസ് ചെയ്യുക. എന്താ ഓവർ പ്രോമിസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ? സിമ്പിളായിട്ട് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് 10 കൊല്ലം നിൽക്കും, അല്ലെ ഇതുകൊണ്ട് അങ്ങനെ ആക്കാൻ പറ്റും, മറിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ അല്ലേ. ഇനിയിപ്പോൾ അത് വേണ്ട, നമുക്ക് സിമ്പിളായിട്ടൊരു ഉദാഹരണം എടുക്കാം. സാറേ, ഈ പ്രോഡക്റ്റ് എന്താ പറയുക, ഒരു ഇന്ന് തന്നെ എത്തും, 100% ഇന്ന് തന്നെ എത്തും. പക്ഷെ നമുക്ക് ശരിക്കും ഉറപ്പില്ല. അതായത് നമ്മളെ ഈ സ്റ്റാഫിന് തന്നെ വലിയ ഉറപ്പില്ല ഇത് ഇന്ന് എത്തും എന്നുള്ളത്. പക്ഷെ എന്നിട്ടും പറയാം 100% ഇന്ന് തന്നെ എത്തും സാറേ. പക്ഷെ അത് അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. ഒരിക്കലും നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല. നമുക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വാക്ക് പറഞ്ഞ് അത് പിന്നീട് മാറ്റി പറയുന്നത് അത് ബിസിനസ്സിൽ വലിയൊരു നെഗറ്റീവാണ്. അവിടെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അവരോട് പറയാം, വി എക്സ്പെക്ട് ഡെലിവറി ടുമോറോ. സാറേ, ഞങ്ങൾ ഡെലിവറി നാളെയാണ് പ്രതീക്ഷിക്കുന്നത്, ഞാൻ ഇന്ന് ഒന്ന് കൺഫേം ആക്കി തരാം, ചിലപ്പോൾ അത് ഇന്ന് തന്നെ എത്തും, അതല്ലെങ്കിൽ ചിലപ്പോൾ ഏറിപ്പോയാൽ നാളെ. ഈ ഒരു സമയം നമ്മൾ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞാൽ
പിന്നീട് അവിടെ പിന്നെ ആൾക്കൊരു പ്രശ്നം ഉണ്ടാകുന്നില്ല. നമ്മൾ പലപ്പോഴും ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്നെത്തും എന്നുള്ള ഒരു ഉറപ്പ് നമ്മൾ ആദ്യം അങ്ങ് കൊടുക്കുകയാണ്. ഇങ്ങനെ ഒരു ഉറപ്പ് നമ്മൾ ആദ്യമേ കൊടുക്കുന്ന സമയത്ത് ഏതൊരു പ്രോഡക്റ്റ് നമ്മൾ വരുന്ന സമയം അല്ലേ, നമ്മളെ ഒരു കസ്റ്റമർ വാങ്ങി, നമ്മൾ ആദ്യം പറയണം ഇന്നെത്തും സാറേ. നമുക്ക് ചിലപ്പോൾ സംശയം ഉണ്ടാവുള്ളൂ, ഇന്ന് എത്തുമോ, എത്തുമായിരിക്കാം, അല്ലെങ്കിൽ ഇന്ന് നമുക്ക് എത്തിക്കാൻ കഴിയും, അവരിന്ന് എത്തിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ ഒരു സാഹചര്യം ആണെങ്കിൽ പോലും ഒരിക്കലും കൺഫേം ആയിട്ടുള്ള ഒരു ഉറപ്പ് നമ്മൾ ആദ്യം കൊടുക്കാതിരിക്കുക. നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് അവരോട് പറയാം, സാറേ നാളേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്, പക്ഷെ ചിലപ്പോൾ ഞങ്ങൾ പരമാവധി ട്രൈ ചെയ്യുന്നുണ്ട്, ഇന്ന് തന്നെ ഞങ്ങൾ എത്തിക്കും എന്ന് പറയുന്ന സമയത്ത്, ഇപ്പൊ ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ ആ സംസാരത്തിൽ എന്താണ്, നാളെയാണ് എത്തേണ്ട ടൈം, പക്ഷെ ഇന്ന് എത്തിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കും. ഇന്ന് എത്തിയാൽ അത് നമുക്ക് പോസിറ്റീവായി, നാളെ എത്തിയാലും നമുക്ക് പോസിറ്റീവാണ്, കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. മറിച്ച് ഒരാളോട് പറയണം, സാറേ ഇന്ന് 100% ഇന്ന് എത്തും എന്ന് നമ്മൾ തീർച്ചയായിട്ടും ആണായിട്ട് പറഞ്ഞു, എന്നിട്ട് ഇന്നെത്തിയില്ലെങ്കിലോ, ഇന്നത്തെ നെഗറ്റീവായി. പിന്നെ നാളെ വരെ കാത്തു നിൽക്കാൻ അയാൾക്ക് എന്തുണ്ടാവില്ല, അയാൾക്ക് ക്ഷമ ഉണ്ടാവില്ല. പിന്നീട് ഇതിന്റെ ഫീഡ്ബാക്ക് കോൾ പോകുന്ന സമയത്ത് അയാൾ പറയും റോങ് ആണ്, വളരെ മോശപ്പെട്ട അനുഭവമാണ്, പർച്ചേസിങ് എക്സ്പീരിയൻസ് ആണെന്നൊക്കെ പറയും. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾക്ക് ഏറ്റവും നല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫോൾസ് ആയിട്ടുള്ള വ്യാജമായിട്ടുള്ള വാഗ്ദാനങ്ങൾ നമ്മൾ ബിസിനസ്സിൽ കൊടുക്കാതിരിക്കുക. അതാണ് ആറാമത്തെ ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഇന്നിപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഈ ഒരു 6 കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അടുത്തതായിട്ട് ബിസിനസ് എറ്റിക്കറ്റ്സിനെ കുറിച്ചിട്ട്. എറ്റിക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ പെരുമാറ്റങ്ങൾ അല്ലേ. നമുക്കൊരു ബിസിനസ്സിൽ ഇപ്പോൾ നമ്മളൊരു ഷോപ്പിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് അവിടെ അല്ലേ, ഹായ് സാർ, ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് പെരുമാറുന്ന, പുഞ്ചിരിച്ചുകൊണ്ട് പെരുമാറുന്ന ആ ഒരു എറ്റിക്കറ്റ്സ്, ആ കാര്യങ്ങൾക്കാണ് എറ്റിക്കറ്റ്സ് എന്ന് പറയാം. എറ്റിക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്പെല്ലിംഗ് ഞാൻ ഗ്രൂപ്പിലേക്ക് ടൈപ്പ് ചെയ്തിടാം, അല്ലെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ കാര്യങ്ങൾ ഞാൻ വേണമെങ്കിൽ ഒന്ന് ലിസ്റ്റ് ചെയ്തിട്ട് ഗ്രൂപ്പിലേക്ക് ഇടാം. അപ്പോൾ ആ എറ്റിക്കറ്റ്സിനെ കുറിച്ചിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ സംസാരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ നമ്മളൊന്ന് റിവൈൻഡ് ചെയ്യാണ്. ഒന്നാമത്തേത് അല്ലേ, ബിസിനസ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ടും നമുക്ക് വേണം. ആ എത്തിക്സ് എന്ന് പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അതെന്താണ്, എന്താണ് ശരി, എന്താണ് റോങ് അല്ലേ. അതും എപ്പോ ആരും നമ്മളെ വാച്ച് ചെയ്യുന്നില്ല എന്ന് തോന്നുന്ന സമയത്ത്, ബിസിനസ്സിൽ ആരും നമ്മളെ ശ്രദ്ധിക്കുന്നില്ല, ആരും നമ്മളെ നോക്കുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടും നമ്മൾ നല്ല രീതിയിൽ കാര്യങ്ങൾ, പ്രൊഡക്റ്റ് കൈകാര്യം ചെയ്യുകയും സർവീസ് നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആ ഒരു ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ എത്തിക്സ് എന്ന് പറഞ്ഞാൽ അത് കമ്പനിയുടെ റെപ്യൂട്ടേഷന് ഏറ്റവും നല്ല മുതൽക്കൂട്ടാണ്. അത് ആ റെപ്യൂട്ടേഷൻ തകർന്നു കഴിഞ്ഞാൽ, എത്തിക്സിലുള്ള റെപ്യൂട്ടേഷൻ തകർന്നു കഴിഞ്ഞാൽ അതൊരിക്കലും തന്നെ പിന്നീട് ഒരുപാട് പരസ്യങ്ങൾ കൊടുത്തുകൊണ്ടോ, മാർക്കറ്റിംഗ് ഒരുപാട് മാറ്റി ചെയ്തുകൊണ്ടോ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ടോ ഒന്നും നമുക്കത് റിപ്പയർ ചെയ്യാൻ കഴിയില്ല. ആളുകളുടെ മനസ്സിലൊരു റോങ് ഇംപ്രഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അത് മാറ്റുക എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഹൈലി അറ്റ് റിസ്ക്. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ബിസിനസ് എത്തിക്സിൻ്റെ കാര്യങ്ങൾ ഏതൊക്കെ കാര്യങ്ങളിലാണ് നമ്മൾ എത്തിക്സ് കീപ്പ് ചെയ്യേണ്ടത്. ഒന്ന്, ഹോണസ്റ്റി, സത്യസന്ധമായിരിക്കണം, ആ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ വളരെ ക്ലിയർ ആയിരിക്കണം ചാർജസിൻ്റെ കാര്യത്തിൽ, പ്രത്യേകിച്ച് ചാർജ് ചെയ്യുന്നതിൻ്റെ കാര്യത്തിൽ അല്ലേ, വിലകൾ, പിന്നെ അതുപോലെ തന്നെ പോളിസികൾ, ഇതിൻ്റെയൊക്കെ കാര്യങ്ങളിൽ വളരെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം, സുതാര്യമായിരിക്കണം. ഇതാണ് നമ്മൾ രണ്ടാമത് പറഞ്ഞത്. പിന്നെ മൂന്നാമത് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ കോൺഫിഡൻഷ്യലിറ്റി, അതായത് ഡാറ്റകൾ നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ അതെന്തിന് കളക്ട് ചെയ്യുന്നു എന്ന് അവരോട് പറയുക, അതുപോലെ അതിന് എത്തിക്കലായിട്ട് മാത്രം ഉപയോഗപ്പെടുത്തുക, അതാണ് കോൺഫിഡൻഷ്യാലിറ്റി നമ്മൾ പറഞ്ഞു. പിന്നീട് നാലാമത്തേത് പറഞ്ഞത് ഫെയർനെസ് അല്ലേ, എസ്പെഷ്യലി ഇൻ ട്രീറ്റിംഗ് അവർ കസ്റ്റമേഴ്സ്, നമ്മുടെ കസ്റ്റമേഴ്സിനെ ട്രീറ്റ് ചെയ്യുന്നതിൽ ഒരു തുല്യത പാലിക്കുക. റിച്ച് ആവുമ്പോൾ കൂടുതൽ, അല്ലെങ്കിൽ പാവപ്പെട്ടവരോട് കുറവ്, അങ്ങനത്തെ ഒരു സാഹചര്യം ഒന്നും ഒരിക്കലും ഉണ്ടാവാതിരിക്കുക അല്ലേ. അതൊക്കെ ഈഗോ വല്ലാണ്ട് ഹേർട്ട് ചെയ്യും, ഒന്നുകിൽ ആ കസ്റ്റമർ നമുക്ക് നഷ്ടപ്പെടും എന്നുള്ള സാഹചര്യങ്ങളാണ് പൊതുവെ ഉണ്ടാവുക അല്ലേ. അപ്പോൾ നമ്മൾ ലക്കി ഭാസ്കർ എന്ന സിനിമ കണ്ടവരുണ്ടോ ആരെങ്കിലും? ലക്കി ഭാസ്കർ സിനിമ കണ്ടവരുണ്ടോ? കണ്ടിട്ടുണ്ട്. വേറെ ആരും കണ്ടിട്ടില്ല? കണ്ടിട്ടുണ്ട്. ഓക്കെ. ഈ ലക്കി ഭാസ്കർ സിനിമയിൽ
അല്ലേ, നമുക്കറിയാം ആളുടെ ഈഗോ ഹേർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം, ഒരു സീനുണ്ട്. അതായത് ഇവനൊന്നും വാങ്ങൂല, അല്ലെങ്കിൽ എന്ന രീതിയിൽ അവനെ തരം താഴ്ത്തിയിട്ട്, നമ്മുടെ ദുൽഖറിനെ തരം താഴ്ത്തിയിട്ട് പറയുന്ന ഒരു സീനിൽ പിന്നീട് അയാൾ തിരിച്ചു വന്നിട്ട് മുഴുവനായിട്ട് പർച്ചേസ് ചെയ്തിട്ട് പോകുന്ന ഒരു സീനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ അത് സിനിമകളിലേ അത് നടക്കുള്ളൂ. പൊതുവേ ഉണ്ടാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോക്കാൻ ഉണ്ടാവുക, അല്ലേ? ആ കസ്റ്റമർ അവിടെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. അപ്പോൾ അത് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. എല്ലാവരെയും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജർക്ക് പ്രത്യേകിച്ച് കഴിയണം. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ അക്കൗണ്ടബിലിറ്റിയാണ്. അതായത് ഉത്തരവാദിത്തങ്ങൾ, അല്ലേ, അതെൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് അല്ല, അത് ഞാനല്ല എൻ്റെ ആൾ എന്ന് പറഞ്ഞിട്ട് ഒഴിവാവാതെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഡീൽ ചെയ്ത് സംസാരിച്ച് കസ്റ്റമറുമായിട്ട് കൈകാര്യം ചെയ്യാൻ നമുക്ക് കഴിയണം. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ആറാമത്തെ കാര്യം പറഞ്ഞത് ഫോൾസ് ആയിട്ടുള്ള പ്രോമിസസ് കൊടുക്കാതിരിക്കുക, അല്ലേ? തെറ്റായിട്ടുള്ള വാഗ്ദാനങ്ങൾ, വ്യാജമായിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, വലിയ നടക്കാത്ത അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള വാഗ്ദാനങ്ങളും കാര്യങ്ങളൊന്നും കൊടുക്കാതിരിക്കുക. കാരണം അത് ക്രെഡിബിലിറ്റിയെ നശിപ്പിക്കും എന്നുള്ളതാണ്. ആ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും തന്നെ മാർക്കറ്റിൽ കൂടുതൽ കാലം പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കുറച്ചൊക്കെ പോകും, കൂടുതൽ കാലം കഴിയില്ല. അത് പിന്നീട് ആ കമ്പനി നശിക്കാൻ തീർച്ചയായിട്ടും അത് വഴിവെക്കും. ഓക്കെ, പിന്നെ അതാണ് നമ്മൾ ഈ 6 കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് ഇന്ന് സംസാരിച്ചത്. ഓക്കെ, അപ്പോൾ ഇതിലെന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. റഷിദ മാം, കാവ്യശ്രീ മാം, ജഹാന സിറാജ് മാം, പിന്നെ അതുപോലെ രമിത മാം, സംശയങ്ങൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചോദിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണെന്ന് കരുതുന്നു. പിന്നെ ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഞാൻ ജസ്റ്റ് നമ്മുടെ അക്കാഡമിന്ന് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇപ്പോൾ നാളെ റമദാൻ, ഒരുപക്ഷെ നാളെ മറ്റൊന്ന് തുടങ്ങാൻ പോവാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സിൻ്റെ ടൈമിങ്ങിലൊക്കെ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് എങ്ങനെയാണ് വരുത്തേണ്ടത്? നിങ്ങളുടെയൊക്കെ സൗകര്യം നോക്കിയിട്ട്. ഇപ്പോൾ രാവിലെ എന്നുള്ള രീതിയിൽ ആണ് ഇപ്പോൾ നിലവിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളതെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു രീതി നിങ്ങൾ അവരെ അറിയിക്കുക. അതിനനുസരിച്ച് നമുക്ക് ടൈം മാറ്റം വരുത്താം കേട്ടോ. ഓക്കെ, ഓക്കെ ആണല്ലോ? ഓക്കെ ഓക്കെ ഓക്കെ. എനിവേ, നല്ലൊരു രാത്രി ആശംസിക്കുന്നു. താങ്ക് യു.